പിന്നത്തെ ദിവസം കാലത്ത് ഒരു നാണമില്ലാണ്ട് വലിഞ്ഞു കയറി വരുന്ന ഒരുത്തൻ എല്ലാവരും ഫ്രണ്ട് സർക്കിളിലും ഉണ്ടാവും. നിങ്ങൾ എത്ര ആട്ടിപ്പായച്ചാലും ഓടിപ്പോവാത്ത, നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. ചിലപ്പോ അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, തൊട്ടപ്പുറത്തേക്ക് ഇവനായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇവ ഇറങ്ങിപ്പോവും. ആ ദേഷ്യം കൂടി നമ്മൾ ഇവന്റെ നെഞ്ചത്തേക്ക് എടുക്കും. ഇറങ്ങിപ്പോടാ, നീ ആയിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാലും പോവില്ല, എത്ര ആട്ടിപ്പായച്ചാലും പോവില്ല, എത്ര ദേഷ്യപ്പെട്ടാലും ഒന്നും അവനൊരു വിഷയമല്ല. പിന്നത്തെ ദിവസം കാലത്ത് ഒരു നാണമില്ലാണ്ട് വലിഞ്ഞു കയറി വരുന്ന ഒരുത്തൻ എല്ലാവരും ഫ്രണ്ട് സർക്കിളിലും ഉണ്ടാവും. അങ്ങനെ ഒരാളെ കിട്ടി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മുറുക്കെ പിടിച്ചോ. വളരെ റയറായിട്ടാ അങ്ങനെ ഒരാളെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള ഈഗോ ഇല്ല. അവർക്കറിയാം ഈ ഫ്രണ്ട്ഷിപ്പിന്റെ മൂല്യം എത്രമാത്രമാണ്. കേൾക്കുമ്പോൾ ഇമോഷണലി ഭയങ്കര ശരിയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. അതായത് എത്ര ആട്ടിപ്പായിച്ചാലും പോവാത്ത ആ ഒരു സുഹൃത്തിനെ പറ്റി, സൗഹൃദത്തിന്റെ വില അവൻ അറിയുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവനെ അബ്യൂസ് ചെയ്യുന്നവർക്ക് ഈ സൗഹൃദത്തിന്റെ വില അറിയില്ലേ? ആക്ച്വലി ഈ പറയുന്നത് ഒരു ട്രോമ ബോണ്ടിങ് ആണ്. അതായത് എത്രയൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്താലും, നമ്മൾ ഷെയിം ചെയ്താലും, ബ്ലെയിം ചെയ്താലും നമുക്ക് ചില റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല. ചില റൊമാന്റിക് റിലേഷൻഷിപ്പിൽ പറയുന്ന പോലെ തന്നെ ഇതും ട്രോമ ബോണ്ടിങ് ആണ്, ഒരു തരം ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിട്ട് പോകുന്നത് സഹിക്കാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള അബ്യൂസും ഇമോഷണൽ അബ്യൂസും നിങ്ങൾ സഹിച്ചുകൊണ്ടേയിരിക്കും. അത് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ അബ്യൂസ് സഹിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സ്ട്രെസ് ലെവൽ കൂടും. അതുവഴി നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇമോഷണൽ റെഗുലേഷൻ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു റിലേഷൻഷിപ്പിലും നമുക്ക് അബ്യൂസ് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ മോശം ബിഹേവിയർ ഇനേബിൾ ചെയ്യാനുള്ളതല്ല സൗഹൃദങ്ങൾ. അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ഈഗോ ഇല്ല എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്ട് ഇല്ലായ്മയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഹെൽത്തിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് എന്താണ് അവിടെ കിട്ടേണ്ടതെന്നുള്ള ധാരണ ഉണ്ടാവണം. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ ആ സൗഹൃദം നല്ലതല്ല എന്ന് തിരിച്ചറിയാനും കഴിയണം. അല്ലാതെ അതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള അബ്യൂസുകൾ സഹിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല.